എന്തായാലും NSSും SNDPയും ഒരുമിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോകണം എന്നാണ് രണ്ടിൻ്റെയും ലീഡർമാരായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും ഒപ്പം സുകുമാരൻ നായരും പറയുന്നത്. പക്ഷേ അവിടെ VD സതീഷിനെതിരായിട്ടാണ് വന്നത്. ഇന്നിപ്പോൾ NSS ചെറിയ രീതിയിലൊന്നും വായ്പെട്ടിട്ടുണ്ട് സതീഷിൻ്റെ കാര്യത്തിൽ. കാരണം കോൺഗ്രസ് നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ രാത്രി തന്നെ പോയി കാണുന്നു. പിന്നീട് ആരൊക്കെ സംസാരിച്ചു എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ രീതിയിൽ സാമുദായിക നേതാക്കളെ പിണക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വലിയ അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ KPCC അധ്യക്ഷൻ പ്രതികരണം നമ്മൾ കണ്ടു. പിന്നീട് കൊടിക്കുന്നിലിൻ്റെ പ്രതികരണം കണ്ടു. അതിനുശേഷം പല നേതാക്കളും അതിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും അതിൽ പ്രതികരിച്ചതും കണ്ടു. അപ്പം അതിനുള്ളിൽ തന്നെ VD സതീശൻ്റെ നിലപാടിനോടും ഇല്ലെങ്കിൽ ഇപ്പോൾ NSSനെയും SNDPയെയും പിണക്കണ്ട എന്നുള്ള നിലപാടും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അജിംസ് അങ്ങനെയൊരു, അതായത് ഇന്നിപ്പോൾ ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അവരെ പിണക്കിയിട്ട് സതീഷിനെ പുകഴ്ത്തണ്ട എന്ന നിലപാട് തന്നെയായിരിക്കും അല്ലേ ലക്ഷ്യം വരുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ NSS SNDP ഐക്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഘടനകളിലും ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഇവർ തമ്മിൽ ഐക്യം ഉണ്ടായിട്ടുണ്ട്, അടിയും ഉണ്ടായിട്ടുണ്ട്. ഐക്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു ഏകത അല്ലെങ്കിൽ ഹിന്ദു സമുദായങ്ങൾ ഒന്നിച്ച് നിൽക്കണം, അതിൻ്റെ താല്പര്യങ്ങൾ കൊണ്ട് പല ഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും അവർ തമ്മിൽ തെറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് സംഘടനകളുടെയും ഐക്യത്തിന് പറ്റിയൊരു സാഹചര്യമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ SNDPയും NSS ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു തർക്കം ഈ സംവരണം സംബന്ധിച്ച തർക്കമായിരുന്നു. ആ തർക്കം SNDP ഈ പിണറായി വിജയൻ ആദ്യമായി ആവിഷ്കരിക്കുകയും പിന്നീട് മോദി നടപ്പാക്കുകയും ചെയ്ത മുന്നോക്ക സംവരണത്തെ SNDP എതിർക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അത് സംവരണം അവരുടെ ഒരു പ്രശ്നമല്ല. SNDPയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നമേ അല്ലാത്ത വിധം അവരതിനെ ഇഗ്നോർ ചെയ്തിരിക്കുന്നു. രണ്ട് കാരണങ്ങളാകാം. ഒന്നുകിൽ സംവരണമില്ലാതെ തന്നെ മതിയായ പ്രാതിനിധ്യം ലഭിക്കാൻ തക്ക എന്തൊരു മുന്നോക്കാവസ്ഥ ഈഴവ സമുദായത്തിനുണ്ടായിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ തൽക്കാലം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായി BJPയുമായും CPMമായും മുന്നോക്ക സംവരണം ആ രണ്ട് പാർട്ടികളാണ് നടപ്പാക്കിയത്, അവരുമായി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാകാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവർ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നലെ സുകുമാരൻ നായർ പറയുന്നത്. സംവരണം എന്ന വിഷയം SNDP കൈവിട്ടിരിക്കുന്നു. അതുകൊണ്ട് രണ്ടു സംഘടനകൾക്കും ഒരുമിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ SNDPയും NSSും നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരുമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. അത് നൽകുന്നൊരു പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ ഉണ്ട്. ആ പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ എവിടെയാണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വർഗീയത പറയുന്നു. നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെയുടെ ഉള്ള ഐക്യം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് വെക്കണം, മുസ്ലിങ്ങളെ ഭയന്നാണ് ക്രിസ്ത്യാനികളോട് ജീവിക്കുന്നത്. അതായത് ഒരു മുസ്ലിം വിരുദ്ധമായ സാമുദായികമായ ഐക്യത്തെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. സുകുമാരൻ നായർ അത് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരാണോ ഈ വർഗീയതയ്ക്കെതിരെ മൗനം പാലിക്കുന്നവരാണ് ഗുണഭോക്താവ്. മൗനം പാലിക്കുന്നവരാണ് CPM ആണ്, LDF ആണ് മൗനം പാലിക്കുന്നത്, അവരാണ് ഭരിക്കുന്നത്. ഇത്തരം വർഗീയത പറയുമ്പോൾ ആ മൗനം പാലിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നൊരു ഹൈന്ദവ ഏകീകരണത്തിലൂടെ ആ വോട്ട് LDFന് കിട്ടണം, CPMന് കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുക. പക്ഷേ അതിന് കൃത്യമായ മറുപടി ഇന്ന് K. സുരേന്ദ്രൻ കൊടുക്കുന്നുണ്ട്. സജി ചെറിയാൻ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ അത് നടപ്പില്ല സജി ചെറിയാന്, അതിന് ഞങ്ങളിവിടെയുണ്ട്. അത് സത്യമാണ്. അതായത് അങ്ങനൊരു ഇപ്പോൾ ഹിന്ദു സമുദായ സംഘടനകളുടെ ഐക്യത്തിലൂടെ ഹിന്ദു ഏകീകരണം ഉണ്ടായി. ഹിന്ദു ഏകീകരണം ഒരു തെറ്റായ ആശയമൊന്നുമല്ല. ഹിന്ദു ഏകീകരണം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് ആർക്കെതിരുള്ള ഏകീകരണം എന്നുള്ളതാണ്. അത് ആർക്കെതിരുള്ള ഏകീകരണം എന്നുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഏകീകരണ വോട്ടുകൾ അത് LDFന് കിട്ടുമ്പോൾ നിങ്ങൾക്കല്ലാതെ ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടുക എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. നിങ്ങൾ വെറുതെ വെള്ളം തിളപ്പിക്കാമെന്നേ ഉള്ളൂ, അതിൽ പരിപ്പ് വയ്ക്കുന്നത് ഞങ്ങളാണ് എന്ന് K. സുരേന്ദ്രൻ എന്ന് പറയുകയാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇങ്ങനെ സാമുദായികമായ ധ്രുവീകരണത്തിലൂടെ വോട്ടുകൾ ഉണ്ടാവുക, തെരഞ്ഞെടുപ്പ് നടക്കുക, അതിലൂടെ മുന്നണികൾ ജയിക്കുക, രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരിക എന്നുള്ളത് കേരളത്തിൽ അതിനൊരു അന്തർധാരയൊക്കെ ഉണ്ടായിരുന്നു മുമ്പും. അത് ഇപ്പോൾ പുതിയൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ LDFോ CPMോ പുതുതായിട്ട് ആവിഷ്കരിച്ചൊരു രീതിയാണിത്. സാമുദായികമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ വോട്ട് നേടുക എന്നുള്ളത് മുമ്പും കരുണാകരൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്, AK ആൻ്റണിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. അതിന് മുമ്പും പല ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും UDF കോൺഗ്രസും എല്ലാം ഇത് തരാതരം പോലെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതി അത് പുതുതായിട്ട് കണ്ടെടുത്തിയതാണ്. അത് വൻ അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുമ്പ് അത് അപകടമായിരുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ട് അപകടം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ മുമ്പ് BJP ഇല്ല. മുമ്പ് ജനസംഘമോ BJPയോ ഒരു മേജർ പ്ലെയർ അല്ല കേരള രാഷ്ട്രീയത്തിൽ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 30 ലക്ഷത്തിലധികം വോട്ട് നേടുന്ന ഒരു മേജർ പ്ലെയറാണ് അവർ. പല മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തുണ്ട്. അവർക്ക് നല്ല വോട്ടുണ്ട്, അവർ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുൻപ് ഇത് LDF UDF തർക്കമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡ്യുവലായിരുന്നു. അവിടെ അവർ സമുദായങ്ങളെ പ്രീണിപ്പിച്ചോ അകറ്റിയോ വോട്ട് നേടിയെന്നുള്ളത് കേരളത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണൽ ഫാബ്രിക്കിന് തകർക്കുന്നൊരു പ്രശ്നമായിരുന്നില്ല. ഇന്ന് അതങ്ങനെയല്ല. ഇതിൽ രണ്ടാലൊരു മുന്നണിയെ LDFനെയോ UDFനെയോ തകർക്കുന്ന വിധത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണ്.
ഏതെങ്കിലും ഒരു മുന്നണി അതിനിരയായി മാറും. എന്നാൽ മാത്രമേ ബി ജെ പിക്ക് ആ പൊസിഷനിലേക്ക് കയറി വരാൻ കഴിയൂ. അതാണ് RSSൻ്റെ അജണ്ട. RSS എത്രയോ വർഷമായിട്ട് പലതരത്തിൽ കാർഡുകൾ മാറ്റി ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ LDF മുന്നണി, അതായത് CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണി, അല്ലെങ്കിൽ കോൺഗ്രസ്. അവർക്ക് എളുപ്പം തകർക്കാൻ കഴിയുന്നത് അവർക്ക് കോൺഗ്രസിനെയാണ്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിനെ തകർത്താണ് അവർ BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെയും തകർക്കാൻ എളുപ്പം കോൺഗ്രസ്സാണ്. കാരണം കുറച്ച് നാൾ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് UDF തന്നെ ഇല്ലാതാവും, കോൺഗ്രസ് എന്ന പാർട്ടി കൂടുതൽ ദുർബലമാകും. ആ പൊസിഷനിലേക്ക് തങ്ങൾക്ക് വരാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള അരങ്ങൊരുക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണം, ഈ വർഗീയ പ്രസ്താവനയെക്കുറിച്ച് വേറൊരു റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ കൂടി LDFനെ അധികാരത്തിൽ കൊണ്ടുവരിക. അത് RSSൻ്റെ ഒരു പ്ലാനായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു തവണ കൂടി CPMനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? UDF ഇല്ലാതാകും, കോൺഗ്രസ് തകർന്നടിയും. അവിടെ ആ വോട്ടുകൾ BJPക്ക് തരും, BJPക്ക് ഒരു പ്രതിപക്ഷമെങ്കിലും ആവാൻ കഴിയും. ഈ ഒരു തിയറിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? കുറച്ച് കേഡർ RSS വോട്ടുകൾ LDFലേക്ക് പോകണം, LDFനെ ജയിപ്പിക്കണം. അങ്ങനെ ജയിപ്പിക്കാൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ആദ്യം ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു വയ്ക്കും. ഇന്ന കാരണം കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്നുള്ളൊരു കാരണം അവർ ആദ്യം ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ LDFനെ ജയിപ്പിക്കാൻ ആവശ്യമായ ഒരു കാരണം, അതായത് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു സാഹചര്യത്തിൽ LDFന് മൂന്നാം തുടർ ഭരണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു കാരണം ഉണ്ടാകും. ആ കാരണം ആരുണ്ടാക്കും? അത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടി ഉണ്ടാക്കും. അതെന്താണ് കാരണം? അത് ഹൈന്ദവ ഏകീകരണമാണ്. അപ്പോൾ ഹൈന്ദവ ഏകീകരണം സംഭവിച്ച് ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായി LDFന് വോട്ട് ചെയ്ത് LDFന് മൂന്നാമതും അധികാരത്തിലെത്തിച്ചു എന്ന് വരുത്തണം. പകരം അവിടെ എന്തായിരിക്കും നടക്കുക? RSSൻ്റെ കേഡർ വോട്ട് LDFലേക്ക് പോവുക, LDFനെ ജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അതൊക്കെ നടക്കുമോ? ആ തിയറിയൊക്കെ പ്രായോഗികമാവുമോ? ജനങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? കുറച്ച് RSSൻ്റെ കേഡർ വോട്ടുകൾ ചെയ്താൽ മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണോ ഇപ്പോൾ LDFും CPMും ഉള്ളത് എന്നൊക്കെ മറ്റൊരു കാര്യം വേറെ വിശകലനം ചെയ്യേണ്ടതാണ്. എന്തായാലും അത്തരമൊരു നറേറ്റീവ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒരു തുടർഭരണത്തിന് വേണ്ടി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല. കേരളത്തിലെ വോട്ടർമാർ കുറേ കൂടി ഈ കാര്യത്തിൽ പ്രബുദ്ധരാണ്. ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും CPMനകത്തുള്ള സഖാക്കൾക്ക് തന്നെ, CPM അംഗങ്ങൾക്ക് തന്നെ, CPMൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഈ കാര്യങ്ങൾ തിരിയുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? നിവൃത്തികേട് കൊണ്ട് പാർട്ടി നേതാക്കൾ ചെയ്യുന്നതാണ്, ഇത് മണ്ടത്തരമാണ് എന്ന് തുറന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്, പക്ഷേ ഇത് അപകടകരമാണെന്ന് വിളിച്ചു പറയുന്ന VD സതീശൻ മാത്രമേ ഉള്ളൂ. മണ്ടത്തരമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ ഇടതുപക്ഷത്ത് തന്നെയുണ്ട്. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് ആർക്കാണ് ആത്യന്തികമായി ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ച് ഒരു ദുരന്തമായിരിക്കും ഈ നാടകം എന്നേ പറയാം. നിഷാദ്, ഇന്നലെ സുകുമാരൻ നായർ പറയുന്നുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയൊന്നും നമുക്കൊരു പ്രശ്നമുള്ള ആളല്ല എന്ന് പറയുന്നു. അപ്പോഴാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഇന്നലെ പൂത്ത തകരാന്ന് പറഞ്ഞിട്ട് VD സതീശനെ അധിക്ഷേപിക്കുന്നത്. പക്ഷേ അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കളുടെയും പ്രതികരണം ശ്രദ്ധിക്കുക. ആക്ച്വലി അതിലൊരു അത്ഭുതമുണ്ട്. കാരണം സപ്പോർട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള പ്രസ്താവനയ്ക്കെതിരെയെങ്കിലും എന്തെങ്കിലും പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ? പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ലാത്തത്? അല്ല, കോൺഗ്രസിനകത്ത് എനിക്ക് തോന്നുന്നു VD സതീശൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പൊസിഷൻ നിൽക്കുന്ന ആളാണ് എല്ലാ അർത്ഥത്തിലും. ബൈ ഓൾ മീൻസ് അദ്ദേഹം ഏറ്റവും അവസാനം പങ്കുവെച്ച പുസ്തകങ്ങളുടെ നിന്നത എടുത്ത് നോക്കുമ്പോഴും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും സമീപന സംസ്കാരവും ഉള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അയാളുടെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ. അതാണ്. മറ്റുള്ളവരുടെ അങ്ങനല്ല. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ വലിയ വംശീയതയും വർഗീയതയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ VD സതീശനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞ ഉത്തരവും ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്ന ഉത്തരവും വേറെ തന്നെയായിരുന്നല്ലോ. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എല്ലാ സമുദായ നേതാക്കളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അല്ലെങ്കിൽ KPC പ്രസിഡന്റോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. KC വേണുഗോപാൽ ചോദിച്ചാൽ അദ്ദേഹവും പറയും ഞങ്ങളുടെ ഉദ്ദേശം അതിനെക്കുറിച്ച് പറയില്ല, ഞങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാർ നശിക്കണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ, അഭിപ്രായം പറയില്ല. അപ്പോൾ മതസാമുദായിക സംഘടനകളെയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളുമാണ് നമ്മളെ കാലാകാലങ്ങളായി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു വോട്ട് ബേസ് അല്ല. ജനങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ധാരണ, ബോധ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിർവഹിക്കുന്ന വോട്ട് എന്നതിനെ അല്ല ഇവർ കണക്കുകൂട്ടും തോന്നുന്നു. മറിച്ച് സുകുമാരൻ നായർ കത്ത് കൊടുക്കുന്നതിന് അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകൊളയിൽ നിന്ന് എഴുതുന്ന കത്തും അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റും കണ്ടിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ് എന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും, കോൺഗ്രസ് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ജനങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ഏതൊരു സർക്കാരിനെയും ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഓഡിറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നും ഓഡിറ്റ് ചെയ്തിട്ട് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്മേലാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഈ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് കുറവാണ് തദ്ദേശ ഇലക്ഷനിൽ കണ്ടത് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ. അല്ലാതെ സുകുമാരൻ നായർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞിട്ടാണോ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ആളുകൾ വോട്ട് ചെയ്ത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടാണോ? അല്ല, ജനങ്ങൾ അവരുടെ രാഷ്ട്രീയമായ തീരുമാനം നടപ്പിലാക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇവർക്കൊക്കെയുള്ള റോൾ എന്താണ്? ഒരു സമുദായ സംഘടനാ നേതാവ് നിലയ്ക്ക് മാന്യമായ അർഹമായ സ്പേസും റെസ്പെക്റ്റും അവർക്ക് കൊടുക്കണം, അതിൽ തർക്കമൊന്നുമില്ല.
അതിനർത്ഥം അവർക്ക് ഏത് തരത്തിലുള്ള വംശീയതയും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതല്ല. വി ഡി സതീശനെ സംബന്ധിച്ച് അയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോൺഗ്രസിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്, ആരാണ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ളത്. ഇവരെല്ലാം കൂടി ആക്രമിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നാട്ടുകാർക്കൊരു വ്യക്തത വന്നു, ജനങ്ങൾക്ക് ആശയക്കുഴപ്പം മാറി. അപ്പോൾ സതീശനാണ് ഈ സർക്കാരിൻ്റെ, ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എലമെൻറ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ എതിരാളി ആരാണ്? അത് കെ സി വേണുഗോപാലാണോ? എതിരാളെന്ന് വെച്ചാൽ അതിൻ്റെ നായകസ്ഥാനം ആർക്കാണ്? അതോ രമേശ് ചെന്നിത്തലയാണോ? അതോ വി ഡി സതീശനാണോ? ആരാണ് ദ അൺകോംപ്രമൈസിങ് ലീഡർ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആൾക്കാർ കാണുന്ന വി ഡി സതീശനാണ്. വി ഡി സതീശനെ പഴയ ഏതോ കേസ് എടുത്തുകൊണ്ടുവന്ന് പുനർജനി കേസിൽ കൊടുക്കാൻ നോക്കുന്നു. കാരണം സതീശനെ ഔട്ട്ഷൈൻ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു കാര്യമില്ലാതെ NSS ജനറൽ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തുന്നത്. പുള്ളി അങ്ങനെ വാർത്താസമ്മേളനം കേട്ടോ, വിളിച്ചത് വാസവനാണ്. ഇടയ്ക്ക് വിളിക്കുന്നല്ലേ, വാസവന, പിന്നെ വിളിക്കാം മന്ത്രി. അത് വേറൊരു കാര്യം പറയാണെന്ന് പിന്നെ പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതാണ് NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നത്. അതായത് സമീപകാലത്ത് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയായിരുന്നു, വീണ്ടും പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. NSSനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒന്നും ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടില്ല ഓർക്കണം. NSS ജനറൽ സെക്രട്ടറിയോ NSSനെ ഒന്നും വി ഡി സതീശൻ എവിടെയൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വംശീയതയെ നിങ്ങൾ തീറ്റി പോറ്റരുത് കേട്ടോ എന്ന് പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ അതിനെന്താണ് CPM ചെയ്യേണ്ടത്? എൻ്റെ ചോദ്യം അതാണ്. CPMൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. CPMന് അതായത് അത് പറഞ്ഞിട്ട് വി ഡി സതീശൻ മതനിരപേക്ഷ ഒരാളായിട്ട് കേരളത്തിൽ മാർക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ CPM എന്തായുണ്ട്? അതിനേക്കാൾ വലിയ മതനിരപേക്ഷത പറയണം, അതിനേക്കാൾ വലിയ മതനിരപേക്ഷ ഐഡിയ പറയണം. അപ്പോൾ അവർക്ക് അതിന് ചാമ്പ്യനാവാൻ പറ്റും. CPMൻ്റെ ഗതികേടെന്ന് വെച്ചാൽ വി ഡി സതീശൻ പറയുന്ന ആ മതനിരപേക്ഷതാ വാചകം ഉണ്ടല്ലോ, അത് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അത് അവരും പറയല്ലേ ചെയ്യേണ്ടത്. ആരെയും കാറെ കയറ്റരുത്, അല്ലെങ്കിൽ മതനിരപേക്ഷത വിട്ടുവീഴ്ച ചെയ്യരുത്, അതങ്ങ് അവരും പറഞ്ഞേക്കണം. അവർക്കത് പറയാൻ പറ്റുന്നില്ല. മറിച്ച് ഞങ്ങൾ കുറച്ച് വർഗീയത പറയുന്നുണ്ട്, നിങ്ങളും പണ്ടൊക്കെ വർഗീയത പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പഴയ ക്ലിപ്പ് നോക്കിക്കൊണ്ട് വരികയാണ്. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പഴയ കാലത്ത് പലർക്കും പലതും സംഭവിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ ഒരുപാട് കേരളത്തിൻ്റെ അടിസ്ഥാന മതനിരപേക്ഷ ആശയത്തിന് അപ്പുറത്തേക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം RSന്റെ പരിപാടി പോയി വിളക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുത്തത് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ബാധിച്ചു എന്നുള്ള എന്താ പറയുന്നത് അഭിപ്രായം പറഞ്ഞ ആളാണ്. അങ്ങനല്ലോ, മുസ്ലിം ലീഗിന് 5 സീറ്റിന് അർഹതയുണ്ടായി ഞങ്ങളുടെ മുന്നണി ഇടപാടാണ് എന്നാണല്ലോ അദ്ദേഹം പറയേണ്ടത്. അല്ലാതെ അങ്ങനെ കൊടുത്ത് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ മലബാറിൽ 30 സ്കൂളുകൾ അധികം കൊടുത്തത് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. മലബാറിൽ ഓൾറെഡി സ്കൂളും ഇല്ല, കോളേജും ഇല്ല എന്ന പ്രശ്നം ഇവിടെ കിടക്കുകയാണ്. അത് കൊടുത്തത് കേരളത്തിന്റെ ഇതിനെ ഘടനയെ ബാധിക്കുന്നൊക്കെയുള്ള പരിമിത വർത്തമാനങ്ങൾ പരിമിത വർത്തമാനമല്ല, ഈ എന്താണ് പാടില്ലാത്ത വർത്തമാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരു കാലം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. നമ്മൾ 2014 ശേഷമുള്ള മോദിയുടെ ഭരണകാലത്തിന് കീഴിൽ കേരളം അടക്കമുള്ളവ അതിൻ്റെ ഒരു ഇൻവേഷനിൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരും കൂടി പറയേണ്ടത് എന്താണ്? മതനിരപേക്ഷതയാണ്. അത് പറയാൻ ഒരാൾ വരുമ്പോൾ അയാളെ പഴയ സംഗതികൾ കൊണ്ടുവന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്തോ. പക്ഷെ നിങ്ങളെന്താ ഇത് പറയാത്തേ? നിങ്ങൾക്കിത് പറയാമല്ലോ, ഞങ്ങൾ ഇനി കാറെ കയറ്റത്തില്ല, ഈ പറഞ്ഞ വംശീയത പറഞ്ഞ ആൾക്കാരെ ഞങ്ങൾ അടുപ്പിക്കത്തില്ല എന്നൊരു പറയണ്ടേ? അയ്യോ സോറി, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി വന്ന് ഇപ്പോൾ സതീശനെ ആക്രമിക്കുന്നത് NSS ജനറൽ സെക്രട്ടറി ഉണ്ട്, SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ജവാദ് മുസ്തഫ എന്നൊക്കെ പറഞ്ഞ ഒരു സുന്നി ആക്ടിവിസ്റ്റിനെ അവരെ കണ്ടു, സതീശനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാവരും കൂടി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ കാണുന്ന ഒരു കാര്യം, വളരെ ആരോഗ്യകരമായ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് ആരോഗ്യകരമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത് സതീശൻ എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ഈ പറയുന്ന സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, വയോവൃദ്ധർ, അവർ പറയുന്നത് കേട്ടാണ് കേരളം ഭരിക്കേണ്ടത് എന്നല്ല നമ്മൾ കാണേണ്ട കാര്യം. മറിച്ച് നമുക്ക് ബോധ്യമുള്ള മതനിരപേക്ഷ ആശയങ്ങൾ പറയുക, അത് പറയാൻ നിങ്ങൾ സജ്ജരാവുക. അത് പണ്ടൊക്കെ ലെഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ആ പറഞ്ഞ കാര്യങ്ങൾക്ക് അന്ന് സ്വീകാര്യത ഉണ്ടായിരുന്നു. ലെഫ്റ്റ് അതിൻ്റെ ഏറ്റവും വലിയ തിളക്കത്തിൽ നിന്ന കാലം എന്ന് വെച്ചാൽ അതിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ്. ഈ ആക്രമണമൊന്നും അതിന് നേരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും, നമ്മളെപ്പോഴും പറയില്ല ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ലെഫ്റ്റാണ്, അത് CD സതീശൻ പറയാണ്. അതിൻ്റെതായ ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന വംശീയതയും വെറുപ്പും വിദ്വേഷവും നെഗറ്റീവ് പൊളിറ്റിക്സ് ഒന്നും ഇഷ്ടപ്പെടാത്ത കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള സാഹോദര്യത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാരെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ആ നിലയ്ക്കുള്ള കൈഡി ഉണ്ടാവും. ഞാൻ കാണുന്നതിൻ്റെ ലോങ് ടേമിൽ സതീശന് അതിനകത്തൊരു ഗുണം കാണുന്നുണ്ടാവും എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തെ മുഴുവൻ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ ഇടതുപക്ഷത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കരമായ അത്ഭുതവും ചിലപ്പോൾ പരിഹാസവും ഒക്കെ തോന്നുന്ന തരത്തിൽ കുറേ ആൾക്കാരെ ഇറക്കിയിരിക്കുകയാണ്. പെരുന്നെന്നും കണിച്ചുകുളങ്ങരയെന്നും പിന്നെ ഇവിടെ സുന്നി ആക്ടിവിസ്റ്റ് എന്നൊക്കെ പേരിൽ ഈ പറയുന്ന ഒരു മനുഷ്യനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ. അയാളെന്താ പറഞ്ഞ കുറ്റം? നിങ്ങൾ ഈ വെറുപ്പ് പറയുന്ന ആൾക്കാരെ കാറെ കയറ്റിയിട്ട് തെറ്റായ മെസ്സേജ് കൊടുക്കരുതെന്ന് പറഞ്ഞ അയാൾ ചെയ്ത കുറ്റം. അങ്ങനെ പറഞ്ഞ ആളെയും തീർക്കും എന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കക്ഷി രാഷ്ട്രീയമല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി അത് തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ പറയും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് ഏതെങ്കിലും തരത്തിൽ ഈ എന്താണ് ജാതി സമുദായ നേതാക്കൾ ഇറങ്ങി വന്ന് നടത്തുന്ന ഈ കളി
ഇമ്പാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വെള്ളാപ്പള്ളിയിൽ നടത്തിയിട്ടുള്ള കളി ഒരിക്കലും ഇമ്പാക്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ഇറങ്ങി വന്നിട്ട് ഇടതുപക്ഷം അനുഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ആളാണ് ആര്, നമ്മുടെ NSS ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ട ചരിത്രം. അതുകൊണ്ട് സമുദായ നേതാക്കളല്ല. ഇപ്പോൾ തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി CPM-നെ പിന്തുണച്ചുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ വർഗ്ഗവഞ്ചകൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ പലയിടത്തായിട്ട് NSSൻ്റെ ആളുകൾ തന്നെ ബോർഡ് വെക്കുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു മൊത്തത്തിലൊരു പുകമറ ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ പറ്റും. പക്ഷേ അടിസ്ഥാന യാഥാർത്ഥ്യവും ജനങ്ങളുടെ മനസ്സും അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള രസകരമായ സംഭവങ്ങളും കൂടി തുടങ്ങിയതിൻ്റെ പശ്ചാത്തലം.